ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണാഘോഷം. പാർത്ഥസാരഥിയുടെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണി എത്തി. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച യാത്രയാണ് പുലർച്ചെ 6 മണിയോടെ ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയത്. കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തെ അനൂപ് നാരായണ ഭട്ടതിരിയാണ് തിരുവോണത്തോണിക്ക് നായകത്വം വഹിച്ചത്. പുലർച്ചെ 5:30 ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയ തിരുവോണത്തോണിയെ ക്ഷേത്രം ഭാരവാഹികളും കരക്കാരും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. പരമ്പരാഗത രീതിയിൽ തടിയുരലിൽ കുത്തിയെടുത്ത അരി മുതൽ കദളിപ്പഴം വരെയുള്ള സർവ്വ വിഭവങ്ങളുമായാണ് കുമാരനല്ലൂർ മങ്ങാട്ട് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നായകത്വത്തിൽ തിരുവോണത്തോണി എത്തിയത്. നിരവധി പള്ളിയോടങ്ങൾ തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തി. മഴയത്തും ഭക്തിസാന്ദ്രമായിരുന്നു ക്ഷേത്ര പരിസരം. പാരമ്പര്യ തനിമയിൽ തിരുവോണത്തോണി വരവ് നടന്നിരിക്കുകയാണ്. ഭഗവാന് ഇന്ന് തിരുവോണ സദ്യയ്ക്ക് ഉണ്ണാനുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരിപ്പാട് വിഭവങ്ങൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരു വർഷത്തേക്ക് കടാവിളക്കായി സൂക്ഷിക്കുന്ന ഒരു ദീപം കാട്ടൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും അകത്ത് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ തിമിർപ്പിലാണ്. കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കൈമാറിയ വിളക്ക് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കെടാവിളക്കിലേക്ക് അഗ്നിയായി പകർന്നു. ഇതിനുശേഷം ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ ആരംഭിച്ചു. വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം കിഴി സമർപ്പിച്ചാണ് മങ്ങാട്ട് ഭട്ടതിരിയുടെ മടക്കം. ഇനി ഉത്രട്ടാതി വള്ളം കളിക്കായുള്ള ഒരുക്കത്തിലാണ് ആറന്മുള ദേശക്കാർ. അമൃത ന്യൂസ്, പത്തനംതിട്ട.